മത്സ്യബന്ധനം കഴിഞ്ഞ് പൊന്നാനി ഹാർബറിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ബോട്ട് കത്തിനശിച്ചു. വൈകിട്ട് 3:30-യോടെയാണ് അപകടം ഉണ്ടായത്. പൊന്നാനി സ്വദേശികളായ കോലാജിയാരകത്ത് സമീർ, സക്കീർ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള അൽസഹ്റ എന്ന ബോട്ടിലാണ് തീപിടുത്തമുണ്ടായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ഞായറാഴ്ച തിരികെ എത്തിയ ബോട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾക്കായി ഹാർബറിൽ നങ്കൂരമിട്ടിരുന്നു. 3:30-യോടെ ബോട്ടിന്റെ എഞ്ചിൻ ഭാഗത്തുനിന്നും പുകയുയരുന്നതാണ് ബോട്ടിൽ ഉണ്ടായിരുന്ന 5ഓളം തൊഴിലാളികൾ കണ്ടത്. തുടർന്ന് എഞ്ചിൻ ഭാഗത്തുനിന്ന് വലിയ ശബ്ദവും തീനാളവും ഉയർന്നു. ഇതോടെ ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികൾ താഴെ ഇറങ്ങി. ഇതിനിടെ എഞ്ചിൻ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഡീസലിലേക്ക് തീ പടർന്നു. അഗ്നിബാധയിൽ എഞ്ചിൻ പൂർണ്ണമായും കത്തിയമർന്നു. മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പൊന്നാനിയിൽ നിന്ന് 2 യൂണിറ്റും തിരൂരിൽ നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. എഞ്ചിൻ റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 30 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമസ്ഥർ പറഞ്ഞു. ഇന്നലെ പണിയെടുത്ത് വന്ന ബോട്ടാണ്. ബോട്ടിൽ ആൾക്കാരുണ്ട്. 4 മണിയായപ്പോൾ പെട്ടെന്ന് ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം, ഭയങ്കര ഒച്ചയും വിളിയെല്ലാം കേട്ടപ്പോൾ എല്ലാവരും കൂടി, നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ, ഫിഷറീസ്, കോസ്റ്റൽ പോലീസ് എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടി വന്ന് പെട്ടെന്ന് വലിയൊരു അപകടം ഒഴിവായത്. കാരണം മരുങ്ങിൽ വേറെ ബോട്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം ഇവിടുന്ന് കഴിച്ചില്ലായത്. എല്ലാവരും ഇവിടെയുള്ള നാട്ടുകാരും ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ എല്ലാവരും ഇടപെടൽ മൂലം 2 ഫയർ ആൻഡ് റെസ്ക്യൂ ഇട്ടിട്ടാണ് വെള്ളമടിച്ചിരുന്നത്. അത്രയും നല്ല ഡേഞ്ചറിൽ കള്ളിയിൽ കത്തിയിരുന്നു. കള്ളിയിൽ ഡീസലുണ്ടായിരുന്നു. ഏകദേശം അവർ പറഞ്ഞ 5000 ലിറ്ററോളം ഡീസൽ കള്ളിയിലുണ്ടായിരുന്നാണ്. അതിപ്പോൾ ക്യാനയിലാക്കാൻ നോക്കി നോക്കുമ്പോൾ 1000 ചില്ലാനം ഡീസലാണ്. അപ്പോൾ തന്നെ ഏകദേശം 5-6 ലക്ഷം റുപ്യ ഡീസലിന് തന്നെ നഷ്ടമാണ്. പിന്നെ കള്ളിയിൽ വിലപിടിപ്പുള്ള ഇഞ്ചിൻ്റെ വയറ് സാധനങ്ങൾ, ഇഞ്ചിൻ്റെ ഭാഗത്തുള്ള ഒരുപാട് എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചിൻ്റെ അടിഭാഗത്ത് മരത്തിൻ്റെ വാൾക്കകൾ, പലകൾ അതെല്ലാം കത്തി നശിച്ചിരുന്നു. നമ്മൾ മുകളിൽ കാണുമ്പോൾ ബോട്ടിന് പരിക്ക് കാണില്ല, പക്ഷേ കള്ളിൻ്റെ ഉള്ളിൽ വലിയ നഷ്ടങ്ങളാണ് ഈ ബോട്ടിന് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഇതുപോലുള്ള കാര്യത്തിന് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.